മരുഭൂമിയിലേക്ക് ഇടിഞ്ഞു ഒടിഞ്ഞു വീണതിന് ശേഷം അങ്ങനെ ലേനെ പിരിയാനായിട്ട് സമയമായി. അങ്ങനെ ലേ മൊത്തം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടുത്തെ ഏതെങ്കിലും വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് ടിബറ്റൻ ഫുഡാണ്. അപ്പോൾ ടിബറ്റൻ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് അത്യാവശ്യം റേറ്റിംഗ് ഉള്ള കടയിൽ കയറി ഒരു അടിപൊളി തുക്ക ട്രൈ ചെയ്തു. അതിനുശേഷം തിരിച്ച് റൂമിലേക്ക് എത്തി. അവിടെ കുറേ മലയാളികളുണ്ടായി. അവരോടൊക്കെ ബൈ പറഞ്ഞതിന് ശേഷം പിന്നെ യാത്ര തുടങ്ങി. പിന്നെ കാർഗിൽ വഴിയാണ് പോകുന്നത്. കാർഗിൽ വഴി തിരിച്ച് വന്ന വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ തുപ്കയോട് അത്രയ്ക്ക് ഇഷ്ടം വന്നതുകൊണ്ട് തന്നെ ഞാൻ പോണ വഴിക്കും ഒരു തുക്കടിക്കാൻ നോക്കി, പക്ഷേ പോരായിരുന്നു. അങ്ങനെ പിന്നെയും അവിടെ നിന്ന് യാത്ര തുടങ്ങി. കുറേ ആർമി വണ്ടികളും കുറേ ആർമിക്കാരെയൊക്കെയും കണ്ട് യാത്ര ഇങ്ങനെ പോയി അവസാനം കാർഗിലെത്തി. കാർഗിൽ അങ്ങനെ ഒരു രാത്രി സ്റ്റേ ചെയ്തു. അവിടെ ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായി. അതാണ് ഹാജീസ് കിച്ചൺ. അവിടെയുള്ള ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഡെഫിനറ്റ്ലി പോവുകയാണെങ്കിൽ കാർഗിൽ വഴി പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ കയറാൻ നോക്കാം. അങ്ങനെ കാർഗിലിൽ നിന്നും നെക്സ്റ്റ് ഡേ യാത്ര തുടങ്ങി. ഇനി നേരെ ശ്രീനഗറിലേക്കാണ്. ശ്രീനഗറിൽ പോണ സമയത്തും ഒന്ന് ചായ കുടിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അവിടുത്തെ ഡെസേർട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നെ യാത്ര പോണ സമയത്ത് ടയർ പഞ്ചറാവുന്നുണ്ടോ എന്ന് നല്ലൊരു ഡൗട്ട് ഉണ്ടായി. അത് കൺഫേം ആയി. ടയർ പഞ്ചറായി. അത് സോസിലെ പാസിന് അവിടെ പഞ്ചറായി. പിന്നെ എന്ത് ചെയ്യണം എന്നൊരു വഴിയില്ല. പഞ്ചറായ ടയറും വെച്ചിട്ടാണ് പിന്നെ വണ്ടി ഓടിച്ച് പോകുന്നത്. വേറെ ഒരു സ്ഥലവുമില്ല പഞ്ചറൊന്ന് ശരിയാക്കാനായിട്ട്. പഞ്ചറുള്ള വണ്ടി ഓടിച്ച് എങ്ങനെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ അവസാനം ഒരു ടൗൺ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് സെറ്റാക്കി. അവിടെ വെച്ച് കുറച്ച് മലയാളികളെ കണ്ട്. സോസിലെ പാസിൽ ഇവിടെ വെച്ച് പഞ്ചറായേ. അവിടെ നിന്ന് പിന്നെ കൊണ്ടുവന്നേ. അങ്ങനെ നെക്സ്റ്റ് ഡേ ശ്രീനഗറിലെത്തിയതിനു ശേഷം ടയർ പഞ്ചറൊക്കെ ശരിയാക്കി. കയ്യിൽ സ്പെയർ ട്യൂബ് ഉണ്ടായിരുന്നു. സ്പെയർ ട്യൂബ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്പെയർ ട്യൂബ് വെച്ചിട്ട് ഭാഗ്യത്തിന് റീപ്ലേസ് ചെയ്തു. പിന്നെ വണ്ടിയുടെ ഹാൻഡിൽ ഗാർഡൊക്കെ പൊട്ടിക്കിടക്കാട്. അത് കാർദുംലയിൽ ഇടിഞ്ഞു ഒടിഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഹാൻഡിൽ പ്രൊട്ടക്ടർ ഒടിഞ്ഞു, അതുപോലെ തന്നെ ക്ലച്ച് ലിവർ ഒടിഞ്ഞു, ബ്രേക്ക് ലിവർ ഒടിഞ്ഞു. അതൊക്കെ ശരിയാക്കാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ മെഗാ മോട്ടോഴ്സ് എനിക്ക് സ്പെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ക്ലച്ച് ലിവറൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം എൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം 12,000 ആയി. അപ്പോൾ ശ്രീനഗറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്ത് ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ യാത്ര തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഹിമാചൽ പ്രദേശിലേക്കുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് ചായ കുടിച്ചു. പോണ റൂട്ടിൽ എന്തായാലും ഹിമാചൽ പ്രദേശ് എത്തൂല എന്നൊരു കൺഫേം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ ഹിമാചൽ പ്രദേശിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പോൾ വഴിയൊക്കെ തെറ്റി പിന്നെയും ഏതൊക്കെ ഒടുവഴിക്കൂടെയും കയറിയിട്ടാണ് ഹിമാചൽ പ്രദേശിലേക്ക് പോണേ. അങ്ങനെ ഏകദേശം ഹിമാചൽ പ്രദേശ് എത്തി. ഇവിടെ നിന്ന് ഇനി മെയിനായിട്ട് പോകാൻ പോകുന്ന സ്പോട്ട് ബിറാണ്. ബിർ ബിൽഡിംഗ്, വേൾഡ്സ് സെക്കൻഡ് ഹയസ്റ്റ് പാരാഗ്ലൈഡിംഗ് സ്പോട്ട്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങൾ പതിയെ അറിയാം.